ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ ഉച്ചയൂണ് പ്രിപ്പറേഷൻ കണ്ടാലോ? അപ്പോൾ ഫസ്റ്റായിട്ട് ചോറ് വെക്കാനായിട്ട് ഞാൻ അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ സംഗതി റെഡിയാകും. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചോറ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫിഷായിട്ട് നമുക്ക് ഇന്നിപ്പം അയലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വാങ്ങിയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സിങ്ക് ഏരിയ അപ്പം തന്നെ ഞാൻ ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഒക്കെ ഇരുന്നിട്ടാണല്ലോ ഫിഷ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ഒരു സിങ്ക് ഏരിയയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. പിന്നെ ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആക്കാനായിട്ട്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും പുളിയും പിന്നെ 2-3 ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഉലുവയൊക്കെ ഇട്ട് അരച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് തക്കാളി, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫിഷ് കറിയാണ് കേട്ടോ. അങ്ങനെ അത് അവിടെ റെഡി ആകുന്ന സമയത്ത് ഞാൻ ഫിഷും കൂടി ഫ്രൈ ആക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കാനായിട്ട് ഇന്നിപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വലുതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ലാസ്റ്റ് വീക്കൊക്കെ എല്ലാവർക്കും പനി ആയതുകൊണ്ട് അധികം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ വെജിറ്റബിൾസ്. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അസാൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ മീൻകറിയും ഫിഷ് ഫ്രൈയും ചമ്മന്തിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ, അസ്സലാമു അലൈക്കും.